കേരളം ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. Bold and brilliant natural diamond jewelry for the woman who shines the brightest. Nuva by Mind from Malabar Gold and Diamonds. Shine out loud. നാദാപുരം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കല്ലാച്ചിയിൽ പ്രൗഢഗംഭീരമായി. കല്ലാച്ചി PVS ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ആരു ഭരിക്കണം എന്നത് തീരുമാനിക്കുന്നത് NDAയുടെ MLAമാർ ആയിരിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളും സംവാദങ്ങളും സർവേകളും ഒക്കെ ചൂടുപിടിച്ച് വന്നു നിൽക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. ചില മണ്ഡലങ്ങളിൽ മത്സരം NDAയും UDFും തമ്മിലാണ്. CPM പല സ്ഥലത്തും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാന മാധ്യമത്തിൻ്റെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം ബാബു പൂതമ്പാറ ഇവിടെ സൂചിപ്പിച്ചു, ഒരു തൂക്ക് സർക്കാർ ഉണ്ടാകുമെന്നാണ്, ഒരു ഹങ് അസംബ്ലി. അങ്ങനെയാണെങ്കിൽ സർവേക്കാർ പറയുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു 10-17 സീറ്റ് കിട്ടുകയാണെങ്കിൽ, NDAക്ക് കിട്ടുകയാണെങ്കിൽ കേരളം ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. BJP ജയിക്കുന്ന പാർട്ടിയല്ല, തോക്കുന്ന പാർട്ടിയാണ് എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ആളുകൾക്ക് നല്ല പ്രതീക്ഷയായി. 2024 നമുക്ക് MP ഉണ്ടായി, 2025 നമുക്ക് മേയറുണ്ടായി, 2026 നമ്മൾ നിശ്ചയിക്കുന്ന ആള് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. രാഷ്ട്രീയത്തിൽ ഇത് സ്വാഭാവികമായി പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. BDJS സംസ്ഥാന സെക്രട്ടറി ബാബു പൂതമ്പാറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് NDA പൊതുചരിത്രം സൃഷ്ടിക്കുമെന്നും വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കുമെന്നും സ്ഥാനാർത്ഥി വിപിൻ ചന്ദ്രൻ പറഞ്ഞു. ഈ നാദാപുരത്തിൻ്റെ മണ്ണിൽ നിരവധിയായിട്ടുള്ള ബലിദാനികളുടെ അവരുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ വേദിയിലിരിക്കുന്ന മുതിർന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ മണ്ഡലത്തിലെ പ്രവർത്തനത്തെയും പാർട്ടിയെയും കൂട്ടിപ്പിടിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് വരുന്ന 12 ദിവസം നമ്മൾക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുപാട് പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും എല്ലാവരും നടത്തണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ എന്നെ താമര അടയാളത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി നടത്തണമെന്നാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. BJP നരിപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് MC അനീഷ് സ്വാഗതം പറഞ്ഞു. TK പ്രഭാകരൻ, MT ഗോപിനാഥ്, RP ബിനീഷ്, PP ഇന്ദിര, രാജു തോട്ടുംചിറ, അഖിൽ നാലാങ്കണ്ടി, KK രഞ്ജിത്ത്, MC ചാത്തുമാസ്റ്റർ, അമൽ മരുതോങ്കര, KTK ചന്ദ്രൻ, ശ്രീജിത്ത് VK എന്നിവർ സംസാരിച്ചു. കൺവെൻഷന് ശേഷം മുത്തുക്കുട വാദ്യമേള അകമ്പടികളോടെയുള്ള കല്ലാച്ചിലൂടെയുള്ള സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും അണികളിൽ ആവേശമുയർത്തി.
ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.